എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി മുതൽ കർക്കിടകം 31-ാം തീയതി വരെയുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ചവരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഒരു വീഡിയോയിലേക്ക് കടക്കാം. മേടക്കൂറിൽ ജനിച്ചവരുടെ പുതുവർഷ ഫലങ്ങളെ നോക്കാം. വർഷം തുടങ്ങുമ്പോൾ വ്യാഴം അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കുവാനും കലാകായിക മത്സരങ്ങളിൽ വിജയം നേടാനും സാധിക്കും. പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. ജോലിയിലുള്ളവർക്ക് മേലുദ്യോഗസ്ഥരുടെ സഹായ സഹകരണങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കുന്നതാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്താനും പുതിയ കരാറുകൾ ഒപ്പിടാനും അനുകൂലമായ സമയമാണിത്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. വിവാഹപ്രായമായ മേടക്കൂറുകാർക്ക് വിവാഹം നടക്കും. സ്ഥലം വാങ്ങാനും വാങ്ങിയ സ്ഥലത്തിൽ വീട് കെട്ടാനും യോഗമുണ്ടാകും. ശുക്രന്റെ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ വിലയുയർന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാനും യോഗമുണ്ടാകും. കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും. കേസുകളിൽ അനുകൂലമായ വിധിയുണ്ടാകും. കടബാധ്യതയുള്ളവർക്ക് കടങ്ങളിൽ നിന്ന് മോചനം നേടി മനസമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. ചിലർക്ക് ലോട്ടറി അടിക്കുന്നത് പോലെ പെട്ടെന്നുള്ള ധനലാഭവും ഉണ്ടാകും. മേടമാസം 31-ാം തീയതി വ്യാഴം മിഥുനക്കൂറിലേക്ക് മാറിയതിനു ശേഷം അലച്ചിൽ അധികരിക്കും. താമസ സ്ഥലമോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലമോ മാറേണ്ട സാഹചര്യമുണ്ടാകും. കേതു 6-ാം ഭാവത്തിലും രാഹു 12-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ ആത്മീയപരമായ കാര്യങ്ങൾ, മെഡിക്കൽ, കെമിക്കൽ ഇതുപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ജോലിയോ തൊഴിലോ ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ അധികം ലഭിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വരുമാനം അധികരിക്കും. കേതുവിനെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ കടബാധ്യതകളും ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതാകും. ബുദ്ധിമുട്ടുള്ള ജോലികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാനുള്ള അവസരമുണ്ടാകും. അന്യദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കുന്നതാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടാകും. ഇടവമാസത്തിൽ രാഹുവും കേതുവും രാശി മാറിയതിനു ശേഷം രാഹുവിൻ്റെ ലാഭസ്ഥാന സഞ്ചാരം സാമ്പത്തിക നേട്ടങ്ങളെ നൽകുന്നതാണ്. ഏറെ നടത്തിയ ആഗ്രഹങ്ങൾ സഫലമാകും. വ്യക്തിഗത കഴിവുകൾ പ്രകടിപ്പിക്കാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും. സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങളും ഉണ്ടാകും. ഏത് സാഹചര്യവും നേരിടാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കും. അതേസമയം 5-ാം ഭാവത്തിലെ കേതുവിൻ്റെ സഞ്ചാരം മൂലം ചില പ്രശ്നങ്ങളെയും മേടക്കൂറുകാർക്ക് നേരിടേണ്ടി വരുന്നതാണ്. അതിനെക്കുറിച്ച് രാഹുകേതു മാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായി പറയാം. ശനി ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാൻ സാധിക്കും. പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. നിലവിലുള്ള ജീവനക്കാർക്ക് പ്രമോഷനും അനുകൂലമായ സ്ഥലം മാറ്റവും ലഭിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കുന്ന സമയമാണിത്. മീനമാസം 15-ാം തീയതി മുതൽ മേടക്കൂറുകാർക്ക് 7 ശനികാലം തുടങ്ങുന്നതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ കൊല്ലവർഷം 1200 ആണ്ടിൻ്റെ ആദ്യ പകുതിയിൽ അനുകൂല ഫലങ്ങളും അതിനുശേഷം കുറച്ച് ദോഷഫലങ്ങളും ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മേടക്കൂർ ജനിച്ചവർക്കായുള്ള വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു.